നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സച്ചിക്ക് സന്തോഷമായി. രേവതി ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മയെ കൊടുക്കുന്നുണ്ട്. അത് എനിക്കൂടെ പറഞ്ഞെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല സച്ചേട്ടാ, സച്ചേട്ടൻ പോയിക്കോ, ഞാൻ കൊണ്ടേ പൈസ കൊടുത്തിട്ട് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ക്യാഷൊക്കെ എടുത്തിട്ട് കവറിനകത്തേക്ക് വെച്ചു. അങ്ങനെ ക്യാഷൊക്കെ എടുത്ത് വെച്ച് ഹാളിലേക്ക് വരുമ്പോഴത്തേനും രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ ഇറങ്ങി വരുന്നേ. രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അച്ഛാ ഞാൻ കൊണ്ട് ക്യാഷ് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു. മോളെ പൈസ റെഡിയായോ? അത് റെഡിയായി അച്ഛാ, കൊടുക്കാനുള്ള പൈസ റെഡിയായെന്ന് പറഞ്ഞു. ചന്ദ്രയുടെ മുഖം കടന്നൽ കുത്തിയപോലെയായിപ്പോയി. ചന്ദ്ര ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മോളെ നിന്റെ മനസ്സ് നല്ലതാണ്. അത് മാത്രമല്ല, ആരും ഇല്ലാത്തവർക്ക് മോളിലിരിക്കുന്ന ദൈവതമ്പരാൻ കൂട്ടണമെന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാ. നിന്റെ കാര്യത്തിൽ അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. മോള് ധൈര്യമായിട്ട് കൊണ്ട് കൊടുത്തിട്ടോ. സൂക്ഷിച്ചു പോണം കേട്ടോ, അത്ര പൈസ കൊണ്ട് പോകുന്ന. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. അങ്ങനെ രേവതി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത്. സ്കൂട്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ചന്ദ്രമതി നോക്കി. ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ഓഹോ, ഇവൾക്കെങ്ങനെ ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവളെ ഭൂലോകം പുല്ലുകഞ്ഞിയാക്കും. ഇവളുടെ ആഗ്രഹം നടക്കും. തന്നെ വെല്ലുവിളിച്ച പോലെ പറഞ്ഞതാണ് അവൾ ഈ വർക്ക് ചെയ്യുമെന്നൊക്കെ. അപ്പൊ അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ ഹേമ എന്ത് ചെയ്തു, മണ്ഡപത്തിന്റെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ മാനേജറുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ അയാളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ എന്റെ പൊന്നു സാറേ, ആ പെണ്ണിനെങ്ങും ഇത് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം 5 ലക്ഷം രൂപയൊക്കെ പൂവിന് അഡ്വാൻസ് കൊടുക്കാനൊന്നും അവളുടെ കയ്യിലൊന്നും ഇല്ല. അതുകൊണ്ട് ഈ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് സാർ എനിക്ക് ഈ ഓർഡർ തരാൻ പറഞ്ഞു. അല്ല, നിങ്ങളോട് രേവതി പറഞ്ഞോ അവരുടെ പൈസ ഇല്ലെന്ന്? എന്നോട് പറഞ്ഞൊന്നുമില്ല, എനിക്കറിയാലോ. അല്ല, നിങ്ങളോട് ആരാ ഈ കാര്യങ്ങളൊക്കെ പറയണത്? അതെ എനിക്കറിയാം സാറേ. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഞാൻ രേവതിക്ക് ഓർഡർ കൊടുത്താ ഇനി അത് ക്യാൻസൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. അല്ല സാറേ, അവളുടെ ഈ പൈസ ഇല്ലെങ്കിൽ, അവൾക്ക് പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ സാറ് എനിക്ക് ഓർഡർ തരുമോ എന്ന് ചോദിച്ചു. അത് അപ്പോഴത്തെ കാര്യമല്ലേ, നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഹേമ അവിടെ നിന്ന് നാണം കിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഹേമയുടെ 2 ഗുണ്ടകൾ പുറത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. എന്തിനും ഏതിനും പോകുന്ന രണ്ടവന്മാര്. എടാ അജേഷേ, അയാൾ ഈ ഓർഡർ തരത്തില്ലെന്നാ പറഞ്ഞ. ഇനിയിപ്പോ അവള് അഡ്വാൻസ് കൊടുക്കാതിരിക്കണം. അങ്ങനെ പൂ കിട്ടാതിരിക്കുവാണെങ്കിൽ അവൾക്ക് ഈ ഓർഡർ ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തരാന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ടെൻഷനായിരുന്നു ഹേമയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചന്ദ്രയുടെ കോള് വരുന്നത്. ചന്ദ്രപതി വിളിച്ചിട്ട് ഹേമയോട് പറഞ്ഞു, ഹേമേ, അവളുണ്ടല്ലോ ആ രേവതി, അവൾക്ക് പൂക്കട കൊടുക്കാനുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് കിട്ടിയെന്നോ? അതെ, അവൾ അതുമായിട്ടൊരു ഓട്ടോറിക്ഷ കയറി ഇവിടുന്ന് പോയിട്ടുണ്ട്. അല്ല അതെങ്ങനെ? അവൾ ആരോടൊക്കെ ചോദിച്ച് മേടിക്കുകയൊക്കെ ചെയ്തു. അതെ, എനിക്ക് പറ്റാവുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഹേമ നോക്കണം. എന്താന്ന് വെച്ചാൽ ചെയ്തണം. ഒരു കാരണവശാലും അവൾക്ക് ഈ ഓർഡർ കിട്ടാനായിട്ട് പാടില്ല. അവൾ കൊണ്ടേ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ ഓർഡർ കിട്ടും. ഇനി വേണ്ടത് ചെയ്യേണ്ടത് ഹേമയുടെ ഉത്തരവാദിത്വമാണ്. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. വേണ്ടുന്ന വിവരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് ചന്ദ്രമതി കോള് കട്ട് ചെയ്തു. ഹേമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുണ്ടായിരുന്നില്ല. പിന്നീട് ഹേമ അമ്മമാരോട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ പണം അവള് കൊണ്ടുപോയി ആ പൂക്കടക്കാരന് കൊടുക്കാനായിട്ട് പാടില്ല. അതിനു മുമ്പ് നമ്മൾ തട്ടിയെടുക്കണമെന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ശരി മാഡം, അങ്ങനെ ചെയ്യാന്നും പറഞ്ഞിട്ട് അവന്മാരങ്ങോട്ടേക്ക് പോയി. രേവതി പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവന്മാരെന്ത് ചെയ്തു, ആ പൂക്കട അവിടെ വന്നു. അത് ഇവിടെയാണല്ലോ അവള് പണം കൊടുക്കാൻ വരുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം, ആ വഴിയായിരിക്കും അവള് വരുന്നതെന്ന് അവന്മാര് വിചാരിച്ചു. അങ്ങനെ അവിടെ മാറി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയുടെ ഓട്ടോറിക്ഷയിലൂടെ വരുന്നുണ്ട്. അങ്ങനെ ഓട്ടോറിക്ഷ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ റോഡ് സൈഡിൽ തന്നെ. അവിടെ നിർത്തി. ചേട്ടാ ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ നിന്നിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പൂക്കടയിലേക്ക് വരാനായിട്ട് ക്രോസ് ചെയ്ത് നടന്നു വരുമ്പോഴത്തേനും ആമാരിൽ ഒരുത്തൻ അങ്ങോട്ട് ചെന്നു. രേവതിയുടെ കയ്യിൽ നിന്ന് ആ ഭാഗം തട്ടിപ്പറിക്കുകയാണ്. വിടറാന്നും പറഞ്ഞ് രേവതി അത് പിടിച്ചു മേടിക്കാൻ തുടങ്ങിയെങ്കിലും പക്ഷെ അവന്മാര് വിട്ടില്ല. അവന്മാര് വീണ്ടും അതിലൊരുത്തന് ആ കവറും മേടിച്ചോണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, മറ്റവൻ പോയി ബൈക്ക് എടുത്തു. അവന്മാര് കയറി പോവാണ്. പുറകെ ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതിയെ പിടിച്ചിട്ട് തള്ളും കൊടുത്തു. രേവതി അവിടെ വീണു. അയ്യോ ഓടി വായെന്നും പറഞ്ഞ് രേവതി കിടന്ന് കരയുമ്പത്തേനും 2 ചേച്ചിമാർ ഓടി വന്നു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, എന്റെ പണം കൊണ്ട് അവന്മാര് പോയി. അപ്പോഴേക്കും പൂക്കടയിലെ ചേട്ടൻ ഓടി വന്നു. ചേട്ടന് കാര്യം മനസ്സിലായി. എന്താ ഏതാന്ന്. ചേട്ടൻ പറഞ്ഞു, 1 2 അല്ല 5 ലക്ഷം രൂപ അവന്മാര് കൊണ്ടുപോയിരിക്കുന്നത്. എങ്കിൽ അത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലായിട്ട് നമുക്ക് പരാതി കൊടുക്കണം. രേവതി നിനക്ക് എന്തെങ്കിലും പറ്റുമോന്ന് ചോദിച്ചവരെ. ഒന്നും പറ്റിയില്ല. സാരില്ല, ഹോസ്പിറ്റലിൽ വരെ പോവാം. രേവതിയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പൂക്കടക്കാരൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ പോലീസിനെ വിളിച്ച് അറിയിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിമാർ രേവതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്.
ഇതേ സമയത്ത് വർഷയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓ, എല്ലാവർക്കും ഭയങ്കര സന്തോഷാ, പക്ഷെ തനിക്ക് മാത്രം സന്തോഷമില്ല. എങ്ങനെ സന്തോഷിക്കാനെന്ന് പറ, ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. ഓ, ഇനി എങ്ങനെയാ ഓ ജോലിക്ക് പോകാനും പറ്റുന്നില്ല, അതിനും റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെയാ. അപ്പോഴാണ് ശ്രീകാന്ത് ഒരു ചിരിയൊക്കെ ചിരിച്ചു വരുന്നേ. ശ്രീകാന്ത് വർഷയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താടാ നീ ചിരിക്കുന്നേ? ഇതേ നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് നിന്നെ തല്ലി കൊല്ലാനോ തോന്നേ. അല്ല, നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ? ഞാൻ പോകുന്നില്ല. എടാ, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, നീ ഇവിടെ എന്ത് കാണിക്കാനാ നിൽക്കുന്നേ? എടേ, പിന്നെ നിന്നെ നോക്കാൻ ആള് വേണ്ടേ? എന്നെ നോക്കാനൊന്നും ആരും വേണ്ട. ഒന്ന് പോയി തന്നാൽ മാത്രം മതി. നിന്റെ ഈ ചിരി കാണുമ്പോഴുണ്ടല്ലോ, നിന്നെ എനിക്ക് കൊല്ലാൻ തോന്നുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന്റെ കഴുത്തിന് പിടിക്കാനായിട്ട് വർഷ വന്നു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഇത്രയും ദേഷ്യമൊന്നും പാടില്ല, നമ്മുടെ കുഞ്ഞ് അറിയാലോ, നിന്റെ ഒരു കുഞ്ഞ് മിണ്ടല്ലോ നീയ. എടാ, എന്നോടെന്നാലും ഇച്ചാത്തി ചെയ്തല്ലോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്റെ ഭഗവാനെ. എനിക്കാണെങ്കിൽ സങ്കടം വരുവാണോ, എനിക്കാണെങ്കിൽ ഒന്ന് കരയാൻ തോന്നുന്നുണ്ട്. എടി, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? നമ്മൾ ഒന്നുമല്ലേ, അച്ഛനും അമ്മയാൻ പോവല്ലേ, നിന്റെ ഒരു അച്ഛനും അമ്മേ. അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും വർഷയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. വർഷ അവിടെ നിന്ന് ഓക്കാനിക്കണം. അയ്യോ, എന്നാ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു, ഒന്നുമില്ല അങ്കിളെ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഇവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ഓക്കാനും ഛർദിയും കാര്യങ്ങളൊക്കെ. രവീന്ദ്രൻ പറഞ്ഞു, മോള് പോയി റെസ്റ്റ് എടുക്കുക. ഓഹ്, എനിക്ക് സാരമില്ല. അല്ല, മോളുടെ മുഖത്ത് എന്താ ഒരു ടെൻഷനും വിഷമോ? അല്ല, ഇവൻ ജോലിക്ക് പോകുന്നില്ല അതാ. എടാ, നീ എന്താടാ ജോലിക്ക് പോകാത്തെ? അത് പിന്നെ ഇവൾക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ ജോലിക്ക് പോണേ? അപ്പോഴേക്കും വർഷ പറഞ്ഞു, അതെ, ഞാൻ ജോലിക്ക് പോകാതിരിക്കുന്നതിന് കാരണമുണ്ട്. ഇങ്ങനെ പറ്റുന്നുണ്ടാന്ന് കരുതാം, പക്ഷെ ഇവനെന്തിനാ ജോലിക്ക് പോകാതിരിക്കുന്നേ? വർഷം, ഞാൻ പറഞ്ഞല്ലോ, നിന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അത് മോളെ, എന്താന്ന് വെച്ചാല് നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നെ ശുശ്രൂഷിക്കാൻ ഇരിക്കുന്നല്ലേ അവന് കുറച്ച് ദിവസം കൂടി ഇരിക്കട്ടെ, അതിനുശേഷം പോയാൽ മതി. ഈ സമയത്ത് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ഭർത്താക്കന്മാര് കൂടെ വേണമെന്നാ. പക്ഷെ ഇവിടെ നിനക്ക് എന്റെ അങ്കിളെ എനിക്ക് വേണ്ട. ഇവനൊന്ന് പോയി തന്നാ മതിയായിരുന്നു, എനിക്ക് അതാ സമാധാനം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ അച്ഛനും അമ്മയും പോകുന്നവരല്ലേ, അപ്പൊ അതിൻ്റെതായ സന്തോഷം വേണം രണ്ടുപേരുടെ ഉള്ളിൽ. ഈ നിമിഷങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. ഇനി ഇതുപോലൊരു സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോവുക. വർഷയ്ക്ക് നല്ല സങ്കടം ദേഷ്യം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് രേവതിയുടെ കോൾ വരുന്നത്. രേവതി, എങ്ങനെയായി, അഡ്വാൻസ് കൊണ്ട് കൊടുത്തോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അങ്ങേ തലയ്ക്ക് കോൾ എടുത്ത് വേറൊരു സ്ത്രീയായിരുന്നു. അതെ, ഞാൻ രേവതിയല്ല, റീനയാന്ന് പറഞ്ഞു. നിങ്ങളോ? അതെ, സച്ചിക്ക് എന്നെ പരിചയമില്ലായിരിക്കും, പക്ഷേ ഞാനിവിടെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലോ? രേവതിക്ക് എന്ത് പറ്റി? രേവതി എന്തിയേ? അത് പിന്നെ രേവതി പണം കൊടുക്കാനായിട്ട് പോയതായിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രണ്ടുപേര് രേവതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പിടിച്ചെടുത്തുകൊണ്ട് പോയി. രേവതി തള്ളിയിട്ടിട്ട് പോയത്. അപ്പൊ കൈക്ക് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച. വേറെ കുഴപ്പമൊന്നും രേവതിക്കില്ല ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിന്റെ പേരും കാര്യങ്ങളൊക്കെ സച്ചി ചോദിച്ചു. പിന്നീട് കാറിലുണ്ടായിരുന്ന കസ്റ്റമറോട് പറഞ്ഞു, അതെ, തൊട്ടപ്പുറത്ത് മാറിയ ടാക്സി കിട്ടും, ഞാൻ അവിടെ കൊണ്ടുപോയിടാം, എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ടാ. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അയാളെ അവിടെ കൊണ്ടുപോയി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്ന് രേവതിയുടെ കൈയൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കയ്യേല തുണിയൊക്കെ വെച്ച് കെട്ടി എല്ലാം സെറ്റാക്കി. രേവതി ചോദിച്ചു, അപ്പം എനിക്ക് വീട്ടിൽ പോവാം ഡോക്ടറെ? പോകാം, ഇത്തിരി കഴിയുമ്പോഴത്തേനും പോകാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് സച്ചിയുടെ വരവ്. സച്ചി വന്നു കഴിഞ്ഞപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല. രേവതി പൊട്ടിക്കരയാണ് സച്ചിയെ കെട്ടിപ്പിടിച്ച്. എന്നാലും സച്ചിയേട്ടാ, അല്ല, നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലേ? എനിക്ക് വേറൊരു കുഴപ്പമില്ല, പണം പോയല്ലോ സച്ചിയേട്ടാ, രണ്ടമ്മമാര് വന്നെന്റെ പണം അടിച്ചോണ്ട് പോയി, ഇനി എന്ത് ചെയ്യും? എന്റെ പണം മാത്രമല്ല, അറിയാലോ, ദേവും പണമൊക്കെ തന്നിട്ടുണ്ട്, ഇനി അതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? എങ്ങനെ തിരിച്ചു കൊടുക്കും? നീ തൽക്കാലത്തേക്ക് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാനില്ലേ, നമുക്ക് സാവകാശം എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക. അതും പറഞ്ഞുകൊണ്ട് രേവതിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. രേവതിക്ക് പക്ഷെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കഥകളെ കാണുന്നത്. എന്താണെങ്കിലും ആ പോയവന്മാർക്ക് നല്ല സുഖമാണ്. അച്ചമ്മ വരുന്നുണ്ട്, അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.